ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നാണ് ഒരു ബസ് ഡ്രൈവറായിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ബസ് എടുത്തുകൊണ്ട് പോവുകയാണ് ഗൈസ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കും. ഇതിനകത്ത് നേരെ സ്റ്റാൻഡിൽ കൊണ്ട് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് മാത്രമുള്ള നമ്മുടെ ജോലി. ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഒരു വണ്ടി ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ പെട്രോളിങ്ങൊക്കെ ഇതിൽ മറ്റേ ചുമ്മാ പോയാൽ മാത്രം മതി. അവിടുന്ന് നമുക്ക് പോയൊരു സാവധാനം പോയൊരു ചായ കുടിച്ചിട്ട് വരാം. ഈ വണ്ടിയുടെ പെട്രോളിംഗ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് ചുമ്മാ എടുത്തത് ഈ കേസെല്ലാം ഗവൺമെൻറ് ആയിരിക്കും കൊടുക്കണേ. അപ്പം നമുക്ക് തിരിച്ച് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് എയർപോർട്ടും പോലീസ് സ്റ്റേഷനും പിന്നെ റെയിൽവേ സ്റ്റേഷനുമാണ് നമ്മുടെ റൂട്ട്. മറ്റ് വണ്ടികളൊക്കെ പോണത് മറ്റേ ബീച്ചും റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും പിന്നെ ഈ സ്റ്റാൻഡുമാണ്. ഇന്ന് ഒരൊറ്റ വണ്ടികളും കാണാനില്ല. ഇന്ന് രാവിലെ ഒരു കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ചുമ്മാ ഇതിൽ കൂടെ 2 റൗണ്ട് നടക്കാം. എന്നാൽ ഇപ്പോൾ പോവാണ് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോണേ. അവിടെ ആളില്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്താണ്ടായിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് നിർത്താം. ആൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോവാം. ഒരു വണ്ടി അവിടെ മറിഞ്ഞ് കിടക്കുവാണ്. അതാണ് അവിടെ നിന്ന് ചവിട്ടിയത്. ഈ വണ്ടി കൊണ്ട് നമുക്ക് എത്ര സ്പീഡിലും ഏത് വണ്ടി വേണമെങ്കിലും ഇടിക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ റോങ് വേ വരെ കയറി പോകുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയണത് 1400 ഒരു റൗണ്ട് പോയാൽ കിട്ടണേ. അങ്ങനെ 3 റൗണ്ട് പോയാൽ കിട്ടും. 4200 രൂപയാണ് കിട്ടണത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതുവഴി പോവാം. ഇതുവഴിയാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് റോഡിൽ നിന്ന് പുറത്തേക്ക് പോയി. അതാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ തിരിക്കാൻ ഇച്ചിരി പാട് കിട്ടു. അതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ആ റാമ്പിൻ്റെ അവിടെ നിന്ന് തിരിക്കണം. എന്നിട്ട് ഡോറ് ഈ സ്റ്റേഷൻ്റെ ഇവിടെ എത്താൻ പാകത്തിന് നിർത്തിയിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇനി ഇവിടെ ഇട്ട് തിരിക്കണം. നമ്മുടെ ചെറിയ എൻട്രൻസാണ് ഇതിന് സ്റ്റാൻഡിനുള്ളത്. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രെയിൻ കൃത്യം സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളും കൃത്യം സമയത്ത് എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ വക കുറച്ച് കമ്മീഷൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതുവഴി തിരിക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ വണ്ടി അവിടെ ജസ്റ്റ് തട്ടും. അതാണ് ക്ലാസ്. ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് തട്ടി. അത് കാര്യം വേറെ. ഇനി നമുക്ക് നേരെ നമ്മുടെ രമേശിൻ്റെ അവിടെ ഉണ്ട് ഈ ആക്സിഡൻ്റായി കിടക്കണമെന്ന് തോന്നുന്നു. നമുക്കിവിടെ നിർത്തിയിട്ട് ആൾക്കാർ കയറ്റിയിട്ടുണ്ട്. നമുക്ക് നേരെ എയർപോർട്ടിലേക്കാട്ടോ അവർക്കെല്ലാം പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് ഇനി പോകണം. പതുക്കെ തിരിക്കും. അത്യാവശ്യം സ്പീഡിൽ പോയി തിരിച്ചാലേ വണ്ടി തിരിയുള്ളൂ. അല്ലെങ്കിൽ വേറെ വഴി കൂടെ കയറിപ്പോവും. അത് ശരിയാ. ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണെങ്കിൽ ഇടിക്കാൻ ചാൻസ് നല്ല കൂടുതലാണ്. ചവിട്ടിയാലും കിട്ടില്ല. ഈ ആക്സിലേറ്റർ കൊടുത്താലും ഇല്ലെങ്കിലും കണക്കൊന്നു തന്നെ. അതുകൊണ്ട് നമുക്കിനി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്താം. ഇനി ഒന്നും നോക്കണ്ട. ജസ്റ്റ് ആ സ്റ്റോപ്പിൻ്റെ മുകളിലും ചെറുതായിട്ട് മുട്ടിയിട്ടുണ്ട് കേട്ടോ. ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കിനി നേരെ എയർപോർട്ട് നേരെ ചെന്ന് അവിടെ ചെന്ന് തിരിക്കണം. ഡസ്റ്റ്ബിനിലൊരു ചെറുതായിട്ട് മുട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഡ്രൈവിംഗ് ആയതുകൊണ്ട് പറയുകയല്ല. അത്യാവശ്യം നല്ല പൊള്ളിയായിട്ട് തന്നെ ഞാൻ ഓടിക്കണ്ട്. സാധാരണ ഓടിക്കുകയാണെങ്കിൽ പിന്നെ അതെ ഇങ്ങനെയൊന്നും പോവുകയാണെങ്കിലും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മറ്റേ പൈസയല്ല കിട്ടുന്നത്. ലൈസൻസ് കട്ടാക്കി വീട്ടിൽ പോയിരിക്കാൻ പറയും ഗവൺമെൻറ്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. തിരിച്ചിങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് രാത്രി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകണം. അപ്പം നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അപ്പോൾ ബെല്ലൊക്കെ കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.